നമസ്കാരം. तो मैं सबसे पहले नरेंद्र मोदी जी को ശ്രീ രാഹുൽ ഗാന്ധി AICC ജനറൽ സെക്രട്ടറി ആയി അതിനുശേഷം 2017 അദ്ദേഹം പാർട്ടിയുടെ അധ്യക്ഷനാവുകയാണ്, അഥവാ പാർട്ടിയുടെ പ്രസിഡന്റ് ആവുകയാണ്. പാർട്ടിയുടെ പ്രസിഡന്റായി 2 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ പ്രസിഡന്റിനെ സാധിച്ചില്ല. അപ്പം 2 കൊല്ലം കൊണ്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ ആൾക്കാർക്ക് ചോദിക്കാം. പക്ഷെ 2 കൊല്ലം അല്ലല്ലോ, 2 കൊല്ലം 10-13 വർഷത്തെ പരിചയമായല്ലോ. അപ്പൊ പാർട്ടിയില് അതുകൊണ്ടാണല്ലോ 13 വർഷത്തെ പരിചയം എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്നത്. പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ട് പാർട്ടിയെ എങ്ങും കൊണ്ടെത്തിക്കാൻ പറ്റിയില്ല. 2019 ഇലക്ഷനിൽ ദാരുണമായ പരാജയം. സ്വന്തം സീറ്റും അമേഠിയിൽ, അതായത് കുടുംബ സ്വത്തായിട്ട് കണക്കാക്കുന്ന അമേഠി നിയോജക മണ്ഡലത്തില് ആ സീറ്റിൽ നിന്ന് പോലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഏതാണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി റായ്ബറയിലേക്ക്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കാനായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. 2 अलग अलग सोच है, एक नरेंद्र मोदी जी बीजेपी की सोच है, दूसरी कांग्रेस पार्टी की सोच है. 2 अलग विजन्स हैं, मगर हमें यह मानना पड़ेगा कि इस चुनाव में नरेंद्र मोदी जी और बीजेपी जीते हैं, तो मैं उनको बहुत बहुत बधाई देता हूं. आपके कोई सवाल हो? തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തിന് ഉത്തരവാദിത്വം സ്വയം ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജിക്കത്ത് എഴുതി കൊടുത്തു. ആര് സ്വീകരിച്ചു എന്നൊന്നും നമുക്കറിയാല. ഒരു രാജിക്കത്ത് കൊടുത്തു. ആ രാജിക്കത്ത് സ്വീകരിക്കുന്നില്ലെന്നും സ്വീകരിക്കുമെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ചാള് അങ്ങനെ പോയി. അപ്പം കോൺഗ്രസിന് അധ്യക്ഷനില്ലാത്ത അവസ്ഥയിൽ കുറെ നാള് പോയി, ഈ അടുത്ത കാലം വരെ. അപ്പൊ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ശശി തരൂര് നോമിനേഷൻ കൊടുത്തു. ശശി തരൂരിന് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് പാർട്ടിക്കാർ പിന്തുണച്ചില്ല. കാര്യം എന്താ? ഒറ്റ കാര്യം പറഞ്ഞിട്ടാ, ഗ്രാസ് റൂട്ട് ലെവലിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാണ്. കോൺഗ്രസിന്റെ അന്ന് വരെയുള്ള പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പദവി അലങ്കരിച്ചിരുന്ന ആൾക്കാർ, ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി പരിവാറിനകത്തുള്ള, ഗാന്ധി കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിലുള്ള ആർക്കാണ് ഗ്രാസ് റൂട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്? മോത്തിലാൽ നെഹ്റുവിന്റെ മകൻ എന്നുള്ള നിലയിൽ ആ ഒരു പരിഗണനയിലാണ് നെഹ്റു പ്രസിഡന്റ് ആവുന്നത്. നെഹ്റുവിന്റെ മകൻ എന്ന നിലയിലാണ് ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ആവുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മകൻ എന്ന നിലയിലാണ് രാജീവ് ഗാന്ധി പ്രസിഡന്റ് ആവുന്നത്. രാജീവ് ഗാന്ധിയുടെ മകൻ, ഭാര്യ ആദ്യം പ്രസിഡന്റ് ആയിരുന്നു, അത് കഴിഞ്ഞപ്പോ പിന്നെ മകൻ. അപ്പം ഇവർ ആ ഒരു കുടുംബത്തിൽ പിറന്നു എന്നുള്ള ഒറ്റ യോഗ്യതയാണ് ഇവർക്ക് ഈ പദവികൾ അലങ്കരിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. മറ്റൊരു യോഗ്യതയില്ല. ഇവരാരും ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്തിട്ട് വലിയ ആളായതൊന്നുമല്ല. അപ്പൊ അന്ന് ശശി തരൂരിനെ എതിർത്തവർ പറഞ്ഞ കാര്യം, അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലില് പരിചയമില്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ ഒന്നും ആയില്ല. ഒന്നും അല്ലെങ്കിൽ ഒരു കാര്യം ആലോചിക്കാം, 3 ടേം അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് ജയിച്ചതാണ്. ശശി തരൂരിന് ഗ്രാസ് റൂട്ട് ലെവലിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തോപ്പിച്ചു. അതാണ് സംഭവിച്ചത്. पार्टी मजबूत हो जाए. मैं चाहता हूं कि पार्टी के अंदर जो कई लोग का चिंता है कि इस पार्टी में कुछ बदलाव आने चाहिए, इसकी आवाज में बनूं और उसी समय कि पार्टी का एक अलग चेहरा पब्लिक को भी दिखा दूं, जनता को दिखा दूं. श्री राहुल गांधी അമേഠിയിൽ നിന്നും 3 പ്രാവശ്യം ഇലക്ഷൻ ജയിച്ച് 4ാമത്തെ പ്രാവശ്യം തോറ്റു. ഈ 3 പ്രാവശ്യവും ഭൂരിപക്ഷം കൂടിക്കൂടി വരികയല്ലേ, കുറഞ്ഞു വന്ന് അതാണ് തോറ്റു. അതാണ് സംഭവിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ പ്രവർത്തന വൈഭവം, പാർട്ടിയെ ലീഡ് ചെയ്യാനുള്ള വൈഭവം അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 4ാമത്തെ തവണ തോക്കുകയും പാർട്ടിയും മൂക്കുകുത്തുകയും ചെയ്തത്.